നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. നമുക്കിപ്പോൾ 2026 ഓരോ നക്ഷത്രക്കാർക്കും എന്താണ് നന്മയാണോ എന്താണ് ഉണ്ടാവുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കൂറുകളായിട്ട് തിരിച്ചിരിക്കുന്നത് 12 രാശികളുണ്ട്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെ 12 രാശികളായിട്ടുള്ളത്. അതിലിപ്പോൾ മേടം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്ന് പറയുമ്പോൾ മേടരാശിപ്പെട്ടവരാണ്. ആ മേടരാശിക്കാർക്കിപ്പോൾ 7ാം ശനിയാണ്. അതോടുകൂടി തന്നെ വ്യാഴം 3-ലാണ്. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ജോലിപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ എല്ലാ അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്നത് കേതുർദശയിലാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പോൾ ജനിച്ചെങ്കിൽ കേതുർദശയിലാണ് ജനനം. അപ്പോൾ ഒരു ബാലാരിഷ്ടകൾ ഉണ്ടാവാം. കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്. അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ചും അവരുടെ ദശാപഹാര ചിത്രങ്ങളനുസരിച്ചും വേണം നമ്മൾ പറയാൻ. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് എപ്പോഴും മാറുന്ന രാശികൾ 2.5 കൊല്ലം കൂടുമ്പോൾ ശനിയും വർഷത്തിലൊരിക്കൽ വ്യാഴവും മാറുന്നുണ്ട്. ആ രാഹു 1.5 വർഷം കൂടി മാറും. അപ്പോൾ രാഹു ഇവർക്ക് നല്ല സ്ഥലത്താണ്, 11-ൽ രാഹുവാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അശ്വതി നക്ഷത്രക്കാരെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ദശാനാഥനായിരിക്കുന്ന ഗണപതിയെ പ്രാർത്ഥിക്കണം. കുലദേവത, മാതാപിതാക്കന്മാരുടെ കുലദേവതയെ പ്രാർത്ഥിക്കാം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം, മഹാദേവന് ശംഖാഭിഷേകം, കൂവളത്തില, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇതല്ല വേണ്ടത്, ശംഖാഭിഷേകം മാത്രം മതി. ഒരു പ്രായമെത്തിയവരാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കണം. അതേപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഭാഗ്യസൂക്തം കഴിച്ചാൽ നന്നായിരിക്കും. ഓരോ പ്രായത്തിനും ഓരോ ഇതിനനുസരിച്ചാണ് ഓരോ ഇത് വരുന്നത്. വ്യാഴം 3-ലാണ്. കുട്ടികളെ സംബന്ധിച്ച് വ്യാഴം 3 എന്ന് പറഞ്ഞാൽ വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ മധ്യവയസ്കരും അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ 12 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പഠിത്തത്തിലും അതുപോലെ ജോലി സ്ഥലത്തും അതുപോലെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലും ബുദ്ധിമുട്ടുകൾ വരാം. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ മേടൻ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാരും നിർബന്ധമായിട്ടും വ്യാഴാഴ്ച തോറും വ്യാഴഹോരയിൽ ഒരു ഹോര തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ ആ പേരാണ് തുടങ്ങുക. രാവിലെ ഉദയം തുടങ്ങി 1 മണിക്കൂറാണ് ഹോര. ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ഉദയം തുടങ്ങി 1 മണിക്കൂർ വരെ ഞായർ ഹോര, രവിഹോര എന്ന് പറയും. തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രഹോര, ചൊവ്വാഴ്ചയാണെങ്കിൽ കുജഹോര, ബുധനാഴ്ചയാണെങ്കിൽ ബുധഹോര, വ്യാഴാഴ്ചയാണെങ്കിൽ ഗുരുഹോര, വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രഹോര, ശനിയാഴ്ചയാണെങ്കിൽ ശനിഹോര. അപ്പോൾ ആ വ്യാഴാഴ്ച ദിവസം വ്യാഴഹോര ഉദയം തുടങ്ങി 1 മണിക്കൂറിനകം ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും നെയ്വിളക്ക് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. തുളസിമാല, നെയ്വിളക്ക്, ജോലി കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരാതെ പുരുഷസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. പ്രായമായവർക്ക് ആയുർസൂക്ത പുഷ്പാഞ്ജലിയോ സർവ്വരോഗശമന പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കാം. 2ാമത്തെ രാശിയാണ് ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം രോഹിണി, മകീരം ആദ്യം ഈ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലി ഇത്തിരി പ്രശ്നങ്ങൾ അതായത് 10ാം ഭാവത്താണ് രാഹു ഉള്ളത്. എങ്കിലും അവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി നല്ലതാണ്, വ്യാഴം നല്ലതാണ്, വലിയ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അത് ഇന്ന് വരെ മെയ് അവസാനം വരെ, ജൂൺ തുടങ്ങി പ്രശ്നങ്ങൾ മാറും. അവർക്ക് വ്യാഴം അനുകൂലമല്ലാതെ വരും. ഇപ്പോൾ അവർക്ക് വ്യാഴമൊക്കെ അനുകൂലം. ആ രാശിക്കാർ ഇപ്പോൾ അനുകൂലമായ സമയത്ത്, അതായത് നല്ല സമയത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് സമയത്ത് കാടെടുക്കാന്നാണ് പറയുന്നത്. അതുപോലെ നല്ല സമയത്തുള്ള സമ്പാദ്യങ്ങൾ ആപത്ത് വരുമ്പോൾ സൂക്ഷിക്കാം. അപ്പം ഇപ്പോഴേ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ വഴിപാടുകൾ ചെയ്യുകയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ ഗുരുവായൂർ, അമ്പലപ്പുഴ, പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്താൽ വളരെയധികം നന്മയുണ്ടായിരിക്കും, ഫലങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകീരം, തിരുവാതിര, പുണർദം, ആദ്യം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം കൂടെയുണ്ട്. ശനി കർമ്മത്തിലാണ്. കർമ്മവിഘ്നങ്ങളും കർമ്മത്തിന് ബുദ്ധിമുട്ടുകളും കർമ്മ തടസ്സങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മഹാദേവനെ പ്രാർത്ഥിക്കുക, ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ശബരിമലയിൽ പോകാൻ പറ്റുന്നതാണെങ്കിൽ ശബരിമലയിൽ പോവുക. ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടായിരിക്കും.
കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾ ജനിക്കുന്നതെന്ന് പറയുമ്പോൾ രാഹുദശയിലാണ്. അപ്പോൾ ബാലപീഠകൾ ഉണ്ടാവും, ബാലാരിഷ്ടകളും ബാലപീഠകളൊക്കെ ഉണ്ടാവും. ബാലപീഠകളുടെ മാതാപിതാക്കൾക്കാണ് ബുദ്ധിമുട്ട്. അസുഖങ്ങളൊക്കെ വന്ന് കുട്ടി നിർത്താതെ കഴിയും. ഇതെല്ലാം മാതാപിതാക്കൾക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. രാശ്യാധിപനായിരിക്കുന്ന വ്യാഴം പക്ഷേ ഈ തിരുവാതിര നക്ഷത്ര അധിപതിയായിരിക്കുന്ന രാഹുവാണ്. രാഹു പ്രീതി വരുത്തുക. മകീര നക്ഷത്രത്തിന്റെ അധിപതിയായി ചൊവ്വയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാം, പഴനി പോവുക. പുണർദത്തിന്റെ ആണെങ്കിൽ അത് വ്യാഴമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോവുക, ഗുരുവായൂരമ്പലത്തിൽ പോവുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവർക്ക് എപ്പോഴും നല്ലതാണ്. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും സ്ഥിരമായി ജപിക്കുന്നവർക്കും ഹനുമാൻ ചാലീസ ഇടുന്നവർക്കും ഈ വക ബുദ്ധിമുട്ടുകളൊന്നും അധികമായിട്ട് ഏൽക്കാറില്ല. ഹനുമാൻ ചാലീസ എപ്പോഴും നല്ലൊരു ഇതാണ്. അടുത്ത രാശിയാണ് കർക്കിടകൻ രാശി. പുണർദം അവസാനം പൂയം ഇതാണ് ഈ രാശി തീരാണ്. അതുകൊണ്ട് വൃക്ഷസദ്യത പറയാം. ഈ രാശിയിൽ പിറന്നവർക്ക് ഇപ്പോൾ ജൂൺ മാസം വരെ സമയത്തിന് മോശമാണ്. വ്യാഴം അനുകൂലമല്ല. 12 വ്യാഴന വ്യയങ്ങൾ, ചെലവുകൾ കൂടുന്നൊരു സമയമാണ്. അപ്പോൾ അവർ വളരെയേറെ ശ്രദ്ധിക്കുകയും ജൂൺ തുടങ്ങിയവർക്ക് മാറ്റങ്ങൾ വരികയും വ്യാഴം അനുകൂലമായിട്ട് വരികയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് ശരി നല്ലതാണ്, പക്ഷെ വ്യാഴത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അടുത്ത രാശിയാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, ആദ്യം. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് 11 വ്യാഴമാണ്. ഈ ജൂൺ വരെ 11 വ്യാഴോടെ ശനി നല്ലത്, അനുകൂലമാണ്, എല്ലാം കൊണ്ടും നല്ല സമയമാണ്. ജൂൺ തുടങ്ങി അവരുടെ രാശിക്ക് മാറ്റം വരുന്നു, അവരുടെ വ്യാഴത്തിന് മാറ്റം വരുന്നു. വ്യാഴം 12 വരുന്നു. അപ്പോൾ അവർക്ക് അധിക ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരിപ്പോഴേ തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഓം നമോ നാരായണ നിരന്തരം ചൊല്ലുകയും മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അതുകൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അന്നദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഇപ്പോൾ ഇന്ന് ജനുവരി 1 ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ അവനവൻ്റെ പിറന്നാൾ വരുന്ന ദിവസങ്ങളും ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, ഭദ്രകാളിക്ക് ചുവന്നപട്ട് സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടേതായ ലൗകികമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരം കൂടിയാണ്. അടുത്ത രാശിയാണ് കന്നിരാശി. കന്നിരാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രം അവസാനം, അത്തം, ചിത്തിര, ആദ്യപാദം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ്. ഇനി ജൂൺ 2 ആയാലും വ്യാഴത്തിന് വലിയ പ്രശ്നമില്ല. 11 വ്യാഴം. ശനി, കണ്ടക ശനിയാണ് അവർക്ക്. കണ്ടക ശനി എന്ന് പറയുമ്പോൾ 7ാം ഭാവത്തെ ശനി. കണ്ടക ശനി അതായത് ജന്മത്തിലുള്ള ശനിയുണ്ട്, 4ാം ഭാവത്ത് ശനിയുണ്ട്, 7ാം ഭാവത്ത് ശനി എന്ന് പറഞ്ഞാൽ അതായത് ഏത് സംഗതിക്ക് പോയാൽ തടസ്സങ്ങൾ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, എല്ലാത്തിനും ഓബ്സ്റ്റാക്കിൾസ്, ഒരു തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മഹാദേവനെ പ്രാർത്ഥിക്കുക, ശബരിമല ദർശനം നടത്തുക. അതുപോലെ തന്നെ ശാസ്താവിന് വൈകുന്നേരങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ചാലും അവർക്ക് ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. എല്ലാ നക്ഷത്രക്കാരും പ്രാർത്ഥിക്കുന്നതാണ് നാഗദേവത. നാഗദേവതയ്ക്ക് ബുധനും ഞായറും നെയ്വിളക്ക് കത്തിച്ചാൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അടുത്ത രാശിയാണ് തുലാം രാശി. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര അവസാനം, ചോതി, വിശാഖം, ആദ്യപാദം. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ നല്ല കാലൊക്കെയാണ്. വ്യാഴവും ശനിയൊക്കെ അനുകൂലമാണ്. 2 കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും അവർ വളരെ ശ്രദ്ധിക്കണം. കാരണം 11 രാഹുവുണ്ട്, 11 കേതുവുണ്ട്. രാഹു ആണെങ്കിൽ നിൽക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ ചുറിച്ചിലങ്ങനെയുള്ള കാര്യം ഉണ്ടാവും. അത് കാരണം സർപ്പപ്രീതി നടത്തുക, സർപ്പക്ഷേത്ര ദർശനം നടത്തുക. ചോദ്യ നക്ഷത്രത്തിൻ്റെ അധിപതി തന്നെ നാഗമാണ്. നാഗക്ഷേത്ര ദർശനം നടത്തുക, നാഗദേവതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്താൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ നാഥനാണ് മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, വ്യാഴം. ഈ വ്യാഴകൃഷ്ണനെയും പ്രാർത്ഥിക്കുക. അവനോട് ദശാനാഥന്മാരെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ദശാപഹാര ചിന്തകൾ നോക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ ബാലാരിഷ്ടകൾ വരാൻ സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രത്തിന് ബാലാരിഷ്ട ഉണ്ടാവില്ല, പക്ഷേ ചോദ്യ നക്ഷത്രത്തിന് ബാലാരിഷ്ട വരാൻ സാധ്യതയുണ്ട്. ചിത്തിരയ്ക്കും ചൊവ്വയാണ് ബാലാരിഷ്ട വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെല്ലാം അതാത് ദേവന്മാരെ പ്രാർത്ഥിക്കും. ശിവക്ഷേത്രത്തിൽ കർഹോമം, കുട്ടികൾക്കാണെങ്കിൽ കർഹോമം ചെയ്യുന്നതൊക്കെ ചെയ്താൽ ബാലാരിഷ്ടകൾക്ക് ഒരു ശാമനം, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും. അടുത്ത രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട. ഇതൊരു വൃക്ഷസന്ധി എന്ന് പറയും, തീരാണ് അവിടെ. അതിൽ വിശാഖം നക്ഷത്രം വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കാണെങ്കിൽ ശനി അനുകൂലമാണ്, വ്യാഴം അഷ്ടമത്തിലാണ് ഇപ്പോൾ. അത് ജൂൺ 2 കഴിയുമ്പോൾ മാറ്റം വരും. അപ്പം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനൊരു മടി, അലസതയൊക്കെ ഉണ്ടാവും. പ്രായമുള്ളവർക്കാണെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരും. ഇതിനെല്ലാം പരിഹാരമായിട്ട് ജൂൺ 2 മണിക്ക് മാറ്റം വരും. പക്ഷെ അതുവരെ ഇതുവരെയുള്ള പരിഹാരമായിട്ട് ചെയ്യേണ്ടത് കൃഷ്ണക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴഹോരയിൽ
വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെയോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക, തുളസിമാല സമർപ്പിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, തൃക്കൈവെണ്ണ കൊടുക്കുക. ഇതെല്ലാം ചെയ്താൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. ഇനി അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൻ്റെ ദശാന്തരമാണ് ശനി. അനിഴം നക്ഷത്രത്തെ പറയുകയാണെങ്കിൽ ശനി അനുകൂലമാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അവരും ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗുരുവായൂർ ദർശനം നടത്തുക. ഇതെല്ലാം ചെയ്താൽ മാറ്റം വരുന്നതാണ്. അടുത്തതാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ബുധദശയിലാണ് ജന്മം, കൃഷ്ണനാണ് അവരുടേത്. ആ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവസാന കാലമാണ് രാഹു വരുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നേരത്തെ തന്നെ രാഹുവിന് പ്രീതി വരുത്തുക, ആയില്യം പൂജകൾ ചെയ്യുക, നാഗക്ഷേത്ര ദർശനം നടത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അടുത്ത രാശിയാണ് ധനുരാശി. ധനുരാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യമാണ്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ്. ജൂൺ 2 വ്യാഴം മാറ്റം വരുന്നത്. ഇപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് നല്ലതാണ്, അവർക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടക ശനിയാണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടകൾ വരാം, മധ്യത്തിലുള്ള ആൾക്കാണെങ്കിൽ അസുഖങ്ങൾ വരാം, ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. പ്രായപൂർത്തിയുള്ളവർക്കാണ് കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്നൊക്കെ പറയില്ലേ, എന്ന മാതിരി അസുഖങ്ങൾ വരാം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. മൃത്യുഞ്ജയ ശിവക്ഷേത്രത്തിൻ്റെ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിർബന്ധമായിട്ടും മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദക്കാർ ചെയ്തിരിക്കണം. ശിവക്ഷേത്ര ദർശനം നടത്തുക, ശബരിമലയിൽ പോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. അടുത്ത രാശിയാണ് മകരം രാശി. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാട അവസാനം, അവിട്ടം, തിരുവോണം. ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവർക്കിപ്പോൾ ഏഴരശനി ഒരുപാട് കാലം കഷ്ടപ്പെട്ടു, അതൊക്കെ മാറിയിപ്പോൾ ഏഴരശനി മാറി. ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല. ജൂൺ 2 വ്യാഴം അനുകൂലമായിട്ട് വരും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ, EMI അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരുന്നതാണ്. അടുത്ത രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം അവസാനം, ചതയം, പൂരൂരിട്ടാതി. ഇവരെ സംബന്ധിച്ച് ഏഴരശനി പോയിട്ടില്ല, ഇപ്പോഴും ഏഴരശനി കൂടെ നിൽക്കുകയാണ്, രാഹു കൂടെ നിൽക്കുകയാണ്. അതുപോലെ രാഹു സംബന്ധമായിട്ട് സർപ്പസംബന്ധമായിട്ട് അസുഖങ്ങൾ വരാം, ചൊറിച്ചിലുകൾ വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർപ്പദേവതയെ പ്രീതിപ്പെടുത്തുക, സർപ്പദേവതയ്ക്ക് വഴിപാട് കഴിക്കുക, ആയില്യം പൂജ കഴിക്കുക. നമ്മൾ ഓരോ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരും. ഇപ്പം മറ്റുള്ള അതര സമാധാനക്കാരാണെങ്കിൽ ഗീവർഗീസ് പുണ്യാളിനെ പ്രാർത്ഥിക്കുക, ഗീവർഗീസ് പുണ്യാളിനെ തിരികെത്തിക്കുക. ഇതെല്ലാം ചെയ്താലും മാറ്റങ്ങൾ വരുന്നതാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിരിക്കുന്ന നമ്മുടെ അടുത്തുള്ള ആ സ്ഥലത്തുള്ള നാഗക്ഷേത്രങ്ങളിലെ, അതായത് മണ്ണാറശാല, വെട്ടിക്കോട്, അനന്തങ്കാട്, ആമേട, പാമ്പമ്പയ്ക്കാട്ട്, പതിരാക്കുന്ന്, പെർളശ്ശേരി ഇങ്ങനെ മുതലായ മഹാക്ഷേത്രങ്ങളിൽ നമുക്ക് സമീപത്തുള്ള ഏറെ ക്ഷേത്രമാണോ അവിടെ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യും, നൂറുപാലം കഴിപ്പിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. ജൂൺ തുടങ്ങി ഈ രാശിക്കാർക്ക് വ്യാഴം അനുകൂലമല്ല. സാമ്പത്തിക ക്ലേശങ്ങൾ വരാനും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് അലസത വരാനും സാധ്യതയുണ്ട്. ഇവർ ഇതുപോലെ തന്നെ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും തുളസിമാലയും നെയ്വിളക്കും അല്ലെങ്കിൽ തൃക്കൈവെണ്ണയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യദായകമായി. അടുത്ത രാശിയാണ് മീനൻ രാശി. പൂരുട്ടാതി അവസാനം, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ്. ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടകളും, അത് കുറച്ച് പ്രായമുള്ള ജോലിയിൽ പ്രശ്നങ്ങൾ, പ്രായമുള്ളവർക്കാണെങ്കിൽ രോഗാവസ്ഥകൾ, കാലുവേദന, അങ്ങനെയുള്ള അസുഖങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. ഇവർ പരിഹാരമായിട്ട് വ്യാഴം അനുകൂലമാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ടത്, പ്രായമുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വന്നാൽ 3 മാസം കൂടുമ്പോൾ ശിവക്ഷേത്രത്തിൽ തേൻ കൊണ്ട് ധാര കഴിപ്പിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതാണ് ശംഖാഭിഷേകം. ശിവക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും ശംഖാഭിഷേകം ചെയ്യാം. ശംഖാഭിഷേകം ചെയ്യുന്നതോടൊപ്പം തന്നെ കൂവളത്തില മാല സമർപ്പിക്കുക, അർച്ചന ചെയ്യുക ചെയ്താൽ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം ഉണ്ടാവുന്നതാണ്. ഇതാണ് ഈ രാശികളുടെ 12 രാശികളുടെയും പൊതു സ്വഭാവമാണ് പറയുന്നത്. ഇതിനെല്ലാം മാറ്റം വരുന്നുണ്ട്. പ്രായഭേദവും ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ ദശ നല്ലതാണെങ്കിൽ നല്ലതുണ്ടാവുള്ളൂ, ചീത്തയാണെങ്കിൽ ചീത്തയായിരിക്കും വരുന്നത്. നല്ല ദശയുള്ളവർക്ക്, ദശാപഹാരമുള്ളവർക്ക് ചീത്ത സമയം നല്ല അത് കേൾക്കില്ല. അതായത് ചേമ്പിൻ്റെ പുറത്ത് വെള്ളം വീണ പോലെ തെറ്റിപ്പോകും. പിന്നെ ദൈവാധീനമുള്ളവർക്കും ദൈവാധീനം കൊണ്ട് ഉപാസനയിലേക്ക് വരുന്നവർക്കും ഹനുമാനെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ ചാലിസ് ചെല്ലുന്നവർക്കും ഈ വക ബുദ്ധിമുട്ടുകൾ അധികം ഏൽക്കുകയില്ല. അത് കാരണം എല്ലാ നക്ഷത്രക്കാരും എല്ലാവരും ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലിസ് ചൊല്ലുക. ഇതെല്ലാം ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. മഹാദേവ ക്ഷേത്ര ദർശനം, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, നമശിവായ മന്ത്രം രാവിലെയും വൈകുന്നേരം ചൊല്ലുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ കാര്യങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും. അശ്വതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കും ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്.
ഗണപതിപുരം പ്രാർത്ഥിച്ചാൽ അവർക്ക് സാമ്പത്തികമായും എന്തുകൊണ്ടും നല്ലതാണ്. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവന്മാരുണ്ട്. അശ്വതി നക്ഷത്ര ദേവനാണ് ഗണപതി ഭഗവാൻ. പിന്നെ ദശാവതാര കാലങ്ങളനുസരിച്ച് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഭരണി നക്ഷത്രത്തിന്റെ ദേവതയാണ് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. ഭരണി നക്ഷത്രക്കാർ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. അത് സ്ഥിരമായിട്ട് കുലദേവത, അച്ഛൻ്റെ കുടുംബത്തിലെയും അമ്മയുടെ കുടുംബത്തിൽ കുലദേവയുടെ ഒപ്പം തന്നെ ഈ ദേവതയെ നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കണം. ഉപാസനാമൂർത്തി എന്ന് പറയുമ്പോൾ 5-ാം ഭാവമായിരിക്കും. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ അവനവൻ്റെ ദശകളുള്ള ദേവന്മാരെ പ്രാർത്ഥിച്ചാൽ അതിനൊരു ഫലം ഒന്ന് വേറെയാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രത്തിനെ പ്രാർത്ഥിക്കേണ്ടത് സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കാം, ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം. കാർത്തികയുടെ ചൊവ്വയാണ് അവർ ദശാക സ്റ്റാർട്ട് ചെയ്യുന്നത്. രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാം. മകീരം നക്ഷത്രക്കാര് ഭദ്രകാളിയെയും മുരുകനെ പ്രാർത്ഥിക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രാർത്ഥിക്കേണ്ടത് മഹാദേവനാണ് തിരുവാതിര നക്ഷത്രക്കാരൻ നാഥൻ തന്നെ. പുണർന്ന നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടതാണ് മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ. പൂയം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് ശനിയെ, മഹാദേവൻ തന്നെ. ആയില്യം നക്ഷത്രക്കാർ നാഗദേവതയാണ് പ്രാർത്ഥിക്കുന്നത്. നാഗദേവതയും അതോടൊപ്പം കൃഷ്ണനെയും പ്രാർത്ഥിക്കാം. മകം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടതാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. പൂരം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നതാണ് ദേവിയെ, ശുക്രൻ അതായത് ദേവിയെ, ഭുവനേശ്വരി ദേവി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാം. ഉത്രം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടതാണ് മഹാദേവനെ, അതായത് ശാസ്താവിനെ പ്രാർത്ഥിക്കാം, മഹാദേവനെ പ്രാർത്ഥിക്കാം. കാരണം അവരുടെ സൂര്യദശയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്തം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് ചന്ദ്രനെ, ദേവിയെ, ദുർഗയെ. ചിത്ര നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളിയും. ചോതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് നാഗദേവതയും. വിശാഖ നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് മഹാവിഷ്ണുവിനെയും. അനിഴ നക്ഷത്രക്കാർ ശനീശ്വരനെ, അതായത് മഹാദേവനെ തന്നെ. തൃക്കേട്ട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനെയാണ്. മൂലം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് ഗണപതിയെ. പൂരാട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് ദേവിയെ, മഹാലക്ഷ്മിയെ. ഉത്രാട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് മഹാദേവനെ, സൂര്യഭഗവാനെയും. തിരുവോണ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ തന്നെ. അവിട്ട നക്ഷത്രക്കാർ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം. ചതയ നക്ഷത്രക്കാർ രാഹുവിനെയും, അതായത് നാഗദേവതയും. പുരുരുട്ടാതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് മഹാവിഷ്ണുവിനെയും. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനീശ്വരൻ, അതായത് മഹാദേവനെയും. രേവതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കുന്നത് മഹാവിഷ്ണുവിനെയും. ഇങ്ങനെ ഓരോരുത്തർക്കും ദശാകാലങ്ങളിൽ ഭഗവാനെ പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുലദേവതയെ മാതാപിതാക്കന്മാരെ കുലദേവതയെ പ്രാർത്ഥിക്കാം. ചിലർക്ക് കുലദേവത അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ നിലവിളക്ക് കത്തിക്കുമ്പോൾ 5 തിരിയിട്ട് വിളക്കത്തിച്ച് അതിൻ്റെ അടുത്തത് ഒരു കർപ്പൂര കഷ്ണം വെച്ചിട്ട് എൻ്റെ അച്ഛൻ വഴിയിലെ കുലദേവതയെ, അമ്മ വഴിയിലെ കുലദേവതയെ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചാൽ കുലദേവത പ്രീതി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. രാവിലെ എഴുന്നേറ്റ് മഹാദേവനെയും പാർവതീദേവിയും പ്രാർത്ഥിക്കാം. നമ്മൾ എഴുന്നേറ്റു എന്ന് താങ്ക് യു പറയണം. നമുക്കില്ലാത്ത ഉറപ്പാണ് താങ്ക് യു, അതായത് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി. മഹാദേവ, പാർവദേവി, എൻ്റെ കുലദേവതയെ, എൻ്റെ മാതാപിതാക്കളെ, ഇവർക്ക് നന്ദി പറയാം. മാതാപിതാക്കളുടെ കാലുതൊട്ടുകൾ വളരെ നല്ലതായിരിക്കും, അനുഗ്രഹം കിട്ടുന്നതായിരിക്കും. അതേപോലെ ഭർത്താവിൻ്റെ കാലുതൊട്ടുള്ള സമ്പ്രദായമുണ്ട്, അത് വളരെ നല്ലത് തന്നെയാണ്. എന്തായാലും അതിപ്പോൾ ആരും ചെയ്യുമെന്നറിയില്ല. അതേപോലെ നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, ഒരിക്കലും നെഗറ്റീവായി പോരുത്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എപ്പോഴും പ്ലാനിങ് ആയിരിക്കണം. അതായത് നാളെ എന്താണെന്ന് നമ്മൾ തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുക. പിറ്റേ ദിവസം കാലത്ത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തലേ ദിവസം അത് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രയോറിറ്റി അനുസരിച്ച് എഴുതുക. ആദ്യം എന്താണ് ചെയ്യുന്നത്, നല്ല തിരക്കുള്ള ആൾക്കാരായിരിക്കുമല്ലോ, അപ്പോൾ ആരെയും എന്തെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വായിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കുക. ഒരു കാരണവശാലും ആരെയും വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ സൈലൻ്റ് ആയിരിക്കുക. സൈലൻ്റ് ആയതിനു ശേഷം നമുക്കന്ന് നടക്കാനുള്ള കാര്യം, പ്രമോഷൻ, ജോലി കിട്ടുകയാണെങ്കിൽ ജോലി, വീട് വയ്ക്കാൻ ആഗ്രഹമാണ് വീട് വയ്ക്കുക, കല്യാണം കഴിക്കുക, എന്താണോ നമ്മുടെ ആഗ്രഹം അത് അഫർമേഷനായിട്ട് 3 പ്രാവശ്യം പറയുക. പ്രപഞ്ചത്തിനോട് പറയാം. പ്രപഞ്ചം എന്ത് കേട്ടാലും തഥാസ്തു എന്ന് പറയും. ഒരിക്കലും കടമുണ്ടെന്നോ ദുഃഖമുണ്ടെന്നോ പറയരുത്. എപ്പോഴും ഹാപ്പിയാണെന്നേ പറയാവൂ, എപ്പോഴും സമ്പത്തെന്നേ പറയാവൂ, കടം പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. പ്രപഞ്ചത്തിന് എന്താണോ കേൾക്കുന്നത് അത് തഥാസ്തു എന്നാ പറയാം. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതായത് നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ ഒരു വീട് വയ്ക്കണം ആഗ്രഹമുള്ളവർക്ക് നമ്മൾ വീടുണ്ടായതായിട്ടും, വീട് ഹൗസ് വാമിങ്ങിനായിട്ടും, വീട് താമസിക്കുന്നതായിട്ടും, നമ്മൾ ഒരു റൂമിൽ ഇരിക്കുന്നതായിട്ടും, എത്ര ബെഡ്റൂം ഉണ്ടെന്നും ഇതെല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. നടന്നിരിക്കും, ഉറപ്പായിട്ട് നടക്കും. നമ്മൾ വലുതായിട്ട് കാണുമെങ്കിലും നമ്മളിത് ആഗ്രഹിക്കുന്നത് നടക്കാതിരിക്കില്ല. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വർക്കൊന്നും ചെയ്യില്ല. ഒന്നുകിൽ കമ്പ്യൂട്ടറിനുള്ളിലിരിക്കണോ അല്ലെങ്കിൽ വേറെ. ഇപ്പോൾ വീട്ടിൽ ജോലി എന്ന് പറഞ്ഞാൽ വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യുക. നമുക്ക് അറിയുന്ന എക്സസൈസ് ചെയ്യുക. ഒന്നുകിൽ ഓടുക, നടക്കുക, ഒരു 30 മിനിറ്റ് ചെരുപ്പില്ലാതെ മുറ്റത്തെ കൂടി നടക്കുക.
വളരെ നല്ല കാര്യം. ചെരുപ്പിടാതെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ. ചെരുപ്പിടാതെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ ഈ കാലിനാണ് എല്ലാ ഞരമ്പുകളും ഇരിക്കുന്നത്. ഈ നെർവ്സിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ മൊത്തം ശരീരം ഉണർന്നു. ഒരു 30 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, ഇതെല്ലാം വാക്കിങ്, ജോഗിങ് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ആണ് നമ്മൾ പ്രവേശിക്കേണ്ട ജോലിയിലേക്ക്. അതായത് ഒരു അരമണിക്കൂർ നമ്മളെ സ്നേഹിക്കുക. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. അതല്ല, നമുക്ക് വേണ്ടി ജീവിക്കുക. ഒരു 30 മിനിറ്റ് നമുക്ക് വേണ്ടി ചെലവാക്കാൻ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാക്കണം. അതിന് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. 8 മണിക്കോ 8:30 പോകേണ്ട ആൾ 8 മണിക്ക് എഴുതാൻ പറ്റില്ല. 9 മണിക്കോ 8:30 എഴുന്നേറ്റാൻ പറ്റില്ല. ഒരു കൃത്യസമയം വയ്ക്കുക. 5 മണി. എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് അലാറം അടിക്കും, ഓഫ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളായി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ ഉഷാറോടെ എനിക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തലേദിവസം നമ്മൾ ഓർക്കും, ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കത്തെഴുതി വയ്ക്കുക. കത്തെഴുതി ആർക്ക് വയ്ക്കണോ? ഭഗവാന് എഴുതി വയ്ക്കും. പിറ്റേ ദിവസം കത്തിച്ച് കളയാം. അപ്പോൾ ആ വിഷമങ്ങൾ തീർന്നു. രാത്രി കിടക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ ആരെയും വേദനിപ്പിച്ചെങ്കിൽ സോറി പറയണം. കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് താങ്ക് യു പറയാം. ഈ 2 കാര്യങ്ങൾ ശീലിച്ചാൽ തന്നെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. എൻ്റെ ജീവിതാനുഭവം അങ്ങനെയാണ്. താങ്ക് യു. എല്ലാവർക്കും നന്നായി വരട്ടെ. ഹാപ്പി ന്യൂ ഇയർ.